ഫ്രെഡി അണ്ണന്റെ അധികം വീഡിയോ ഒന്നും ചെയ്തില്ല. പുള്ളി ഹിന്ദുത്വത്തിലെ ജാതീയതയെ പറ്റിയൊക്കെ ഒരുപാട് വീഡിയോ ചെയ്യുമ്പോൾ പലരും എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടപ്പോൾ പുള്ളി ഈ ജാതീയതയാണ് പറയുന്നത്. അപ്പൊ ഞാനൊരു വീഡിയോ ചെയ്തു. പുള്ളിയുടെ ക്രിസ്ത്യാനിറ്റിയിലും ശരി, ബാക്കിയുള്ള ഇസ്ലാമിസത്തിലും ശരി, ഹിന്ദുക്കളിലും ശരി, നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ വളരെ മോശപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ലോകത്തിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിലീജിയനും ഇല്ല, ഒരു സംസ്കാരവും ഇല്ല, ഒരു രാജ്യവും ഇല്ല. അത് 100% ശരിയാണ്. പിന്നെ നമ്മൾ ഇദ്ദേഹം ഹിന്ദുക്കളുടെ ജാതീയത പറഞ്ഞു തരുന്നത് നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമില്ല. കാര്യം പുള്ളിയുടെ മതത്തിന്റെ ചരിത്രം പറയാനാണെങ്കിൽ ഒരു ദിവസം പറയുമ്പോഴേ ചരിത്രം തീരും. ആ ഒരു ദിവസത്തെ ചരിത്രത്തിൽ തന്നെ 10,000-കണക്കിന് തെമ്മാടിത്തരങ്ങൾ അതിൽ തന്നെ കിട്ടും. അതുകൊണ്ട് ആ സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കും. മറ്റുള്ള മതങ്ങളും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഇവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു നല്ല ചരിത്രം നമുക്ക് ഉണ്ടാകണമെന്ന് നമ്മൾ വാശി പിടിക്കണോ? അവർക്കും നല്ലൊരു ചരിത്രമില്ല, നമുക്കും ചരിത്രത്തിൽ ഒരുപാട് മോശപ്പെട്ടവരുണ്ട്. പുള്ളി അടുത്തൊന്ന് സ്റ്റാർ ആയി. കാര്യം കേരള സ്റ്റോറി 2-ന്റെ റിലീസോ അതിന്റെ എന്തൊക്കെയോ തടയാനൊക്കെ പുള്ളി കോടതി കൊടുത്തു. പുള്ളി അത് കോടതി കൊടുത്ത് സ്റ്റേ ചെയ്തതുകൊണ്ട് പുള്ളി ബീഫും പൊറോട്ടയും ഞങ്ങൾ തിന്നുന്നു, ഞങ്ങൾ അങ്ങനെ സ്റ്റേ മേടിച്ചിരിക്കുന്നു, അങ്ങനെ ഞങ്ങൾ നാട്ടിൽ മഴയത്തും കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളി അടിച്ചു കയറ്റി. ഭയങ്കര ലൈക്കും കമന്റും പുള്ളിക്ക് ഭയങ്കര ഐക്യദാർഢ്യമായിരുന്നു. അരമണിക്കൂറിനുള്ളിൽ തന്നെ സ്റ്റേ വെക്കേറ്റ് ചെയ്ത് പടം റിലീസ് ചെയ്തു. പക്ഷേ ഇന്നലെ മറ്റൊരു മഹത് വ്യക്തി ലേശം ചായ കുടിച്ചു. കണ്ടു നോക്ക്. 1-2 പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട് ഈ റമദാൻ നോമ്പ് സമയത്ത് താങ്കൾ ഈ ചായക്കപ്പ് പിടിച്ച് നിൽക്കണ്ട, ഞാനത് ഒഴിവാക്കിയിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പൊ അത് കുഴപ്പമില്ല. ശബരിമലയിൽ യുവതീ പ്രവേശന സമയത്തെല്ലാം പുള്ളിയുടെയൊക്കെ ഒരു ബഹളം എന്തായിരുന്നു. പുള്ളി അങ്ങനെ നവോത്ഥാനം അങ്ങോട്ട് ഞരമ്പിലൂടെയൊക്കെ കയറി ഇങ്ങനെ കണ്ണിക്കൂടെയൊക്കെ വെളിച്ചാടി തീ പാറിച്ചുകൊണ്ടിരുന്ന ആളാണ് പുള്ളിയും പുള്ളിയുടെ ചാനലും. റമളാൻ മാസത്തിൽ പുള്ളിയുടെ കയ്യിലിരുന്ന ഒരു കോഫി ഇരുന്നപ്പം തന്നെ ഏതോ ഒരു തന്നെ നോമ്പ് മുറിഞ്ഞു. എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് നിങ്ങൾ നോമ്പെടുക്കുന്നത്? മതേതരത്വമാണ് കേട്ടോ. റമളാൻ മാസത്തിൽ ഒരാൾ, അയാൾക്ക് നോമ്പില്ല, പുള്ളി കയ്യിൽ ഒരു കപ്പം പിടിച്ചു നിന്നു. പക്ഷെ ചോദിച്ചവൻ പോട്ടെ, അവൻ കള്ള നോമ്പുകാരൻ, അവൻ നോമ്പെടുക്കാറില്ല. വേറൊരുത്തൻ വെള്ളം കുടിക്കുന്ന എന്തായാലും ഇത്രയും നിയന്ത്രണമില്ലാത്ത സഹിയിട്ട് പോകുന്ന ഒരുത്തനെന്ന് ഒരു സത്യസന്ധമായി നോമ്പ് കുടിക്കുന്നവനായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇവിടെ എനിക്ക് അതല്ല രസം. ശരി, ഓക്കെ, സോറി എന്ന് പറഞ്ഞ് പുള്ളി കപ്പങ്ങ് മാറ്റി. എടാ നീയൊക്കെ ഏത് കാലത്ത് നിങ്ങൾ ഇവിടെ BJP എതിർക്കും, ഹിന്ദുത്വത്തെ തടയുമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എങ്ങനെയാണ് BJPക്കെതിരെ നിങ്ങൾ പ്രവർത്തിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. ഇമ്മാരി പേടിത്തൊണ്ടന്മാരും ചില പ്രത്യേക ഏരിയകളിൽ എത്തുമ്പോൾ നിക്കർ നനയാൻ നിൽക്കുന്ന നിന്റെയൊക്കെ എന്നാതൊലിഞ്ഞ മതേതരത്വമാണ്, എന്നെ ഊള മതേതരത്തോടെ എന്നെ നാളെയാണ് നീയൊക്കെ ഞങ്ങളുടെ മുന്നിൽ കിടന്നിട്ട് കളിക്കുന്നത്. മതേതരത്വം എന്ന് പറഞ്ഞാൽ രാജ്യത്തിലെ വലിയ കോണാനാണ്. അത് ഉടുത്തില്ലെങ്കിൽ കോണാൻ കൊടുക്കാതെ നടക്കാൻ പറ്റൂല. പിന്നെ ഇവിടെ ഹിന്ദുത്വം വന്ന് മറിയുന്നു, തോലിക്കും. തന്റെ ചാനലിലൊക്കെ ഇരുന്ന് നിങ്ങളുടെ അവതാരകരൊക്കെ എന്നൊക്കെ ഊളത്തരമാണ് വിളിച്ചു പറയുന്നത്. എന്നിട്ട് നിസ്സാര ഒരു കപ്പ് ചായ കുടിച്ചോണ്ട് തിരിച്ചു പറഞ്ഞുകൂടായിരുന്നു എനിക്ക് നോമ്പില്ല, അതുകൊണ്ടാണ് ഞാൻ ചായ കുടിക്കുന്നത്. അപ്പൊ നോമ്പെടുക്കുന്ന എല്ലാവർക്കും എന്റെ ആശംസകളെന്നൊക്കെ പറഞ്ഞാൽ പോരെ. എന്റെ കൂട്ടുകാരന്മാരായിട്ടുള്ള നോമ്പെടുക്കുന്നത്, ഞാൻ അവന്മാരെ കുടുംബം സോഡയൊക്കെ മേടിച്ചു കുടിക്കുന്നു, അവന്മാരെന്നെ മേടിച്ചു തരും ചെയ്യും. അവർക്കാർക്കും ഇല്ലാത്ത പ്രശ്നം എന്തിനാണ് സാർ നിങ്ങൾക്ക്? അപ്പൊ ഇമ്മാരി മതം തലക്കേറിയവന്മാര് പറയുമ്പോൾ അതിനുള്ള മറുപടി കൊടുക്കാൻ പറ്റാത്ത നിങ്ങളും നിങ്ങളുടെ ചാനലും ദൈവത്തെ ഓർത്ത് ഉപദേശിക്കാൻ വരരുത്.